വെൽക്കം ടു ഫ്യൂച്ചർ ബീറ്റ്സ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോഡ് ജേസ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നോഡ് ജേസിൻ്റെ ട്യൂട്ടോറിയൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ മുതൽ നമുക്ക് സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് എങ്ങനെ ഒരു നോഡ് ജേസിൻ്റെ അകത്തൊരു API സിസ്റ്റം ബിൽഡ് ചെയ്യാമെന്നും അതിലോട്ട് എങ്ങനെ ഡാറ്റ വാങ്ങാം. 3 മെത്തേഡിൽ ഡാറ്റ വാങ്ങും. അതിലൊരു മെത്തേഡ് ഇന്ന് നമ്മൾ പരിചയപ്പെടുകയും ചെയ്യും. അപ്പോൾ ഈ കാരണം ഇന്നത്തെ വീഡിയോ പഠിക്കുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർ നോഡ് ജേസിൻ്റെ ഫസ്റ്റ് ട്യൂട്ടോറിയൽ കാണുന്ന നിങ്ങൾ കാണേണ്ട 2 വീഡിയോയിൽ ഒന്നാണ് നോഡ് ജേസ് എങ്ങനെ ബാക്ക് എൻഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളൊരു വീഡിയോ ഞാൻ വെബ് ടോപ്പിക്കിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. പ്ലേലിസ്റ്റാണ്. അതുപോലെ തന്നെ വെബ് ടോപ്പിക്കിൻ്റെ അകത്ത് തന്നെ ആ ഒരു പ്ലേലിസ്റ്റ് തന്നെ വേറൊരു വീഡിയോ ഉണ്ട്, വെബ് ഡെവലപ്മെൻറ്റിൻ്റെ ഫണ്ടമെൻറ്റ്സും ബേസിക്സും പറയുന്നൊരു വീഡിയോ. അപ്പോൾ ഈ 2 വീഡിയോ കണ്ടിട്ട് മാത്രമേ നിങ്ങൾ നോഡ് ജേസിൻ്റെ ട്യൂട്ടോറിയൽ കാണാൻ വരാവൂ. എൻ്റെ ഒരു റിക്വസ്റ്റാണ്. അതുപോലെ തന്നെ ഇനിയുള്ള വീഡിയോയിൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കൂടുതൽ വീഡിയോ ഇടുന്നതിന് പ്രചോദനം വരൂ. അതായത് നിങ്ങൾ എല്ലാ വീഡിയോയിലും ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ടാർഗറ്റ് 50 കമൻറ്റും 50 ലൈക്കാണ്. ഇത് നിങ്ങൾ തരുന്ന എന്തിനാണ്? നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ എന്താണ്, യൂട്യൂബിൻ്റെ അൽഗോരിതം ഈ വീഡിയോ ഒരുപാട് ആളുകളോട്, അതായത് നിങ്ങളെപ്പോലത്തെ പഠിക്കാൻ ആഗ്രഹമുള്ള ഒരുപാടധികം സ്റ്റുഡൻസിലോട്ട് ഈ വീഡിയോ എത്തിക്കും. അപ്പോൾ നിങ്ങളത് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യാം, ഞാൻ ഒരു എക്സ്പ്രസ് എന്നുള്ളൊരു ഫോൾഡർ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓപ്പൺ ഫോൾഡറിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഫോൾഡർ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യണം, നമ്മൾ നോഡ് ജേസ് എന്താണ് ഇനിഷ്യലൈസ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എക്സ്പ്രസ് ഇവിടെ വന്നിട്ട് npm init -y കൊടുത്ത് എൻ്റർ കൊടുക്കുമ്പോൾ നമുക്കുള്ള ഒരു പാക്കേജ് ജേസൺ എന്നുള്ള നോഡ് ജേസ് ഫയൽ ഇവിടെ ക്രിയേറ്റ് ആവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളെ പ്രൊജക്റ്റിൻ്റെ പേര് എക്സ്പ്രസ് എന്നാണ്. അതായത് നമ്മളെ ഫോൾഡറിൻ്റെ പേര് എക്സ്പ്രസ് എന്നായതുകൊണ്ട് ഇവിടെ ന്യായം എക്സ്പ്രസ് ഉള്ള നമ്മളെ ജാവാസ്ക്രിപ്റ്റ് ഫയൽ index.js ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ വന്നിട്ട് ഞാൻ index.js എന്താണ് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് വർക്ക് ആവണമെന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ ലോഗിൻ്റെ അകത്ത് ഹലോ വേൾഡ് എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം, node./index.js എൻ്റർ കൊടുത്തു. അപ്പോൾ ഹലോ വേൾഡ് വന്നു. ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ അമീനെന്നാക്കി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, നിങ്ങളിവിടെ ഈ ഫയലിൻ്റെ അകത്ത് ഓട്ടോ സേവ് ഓൺ ആയിരിക്കണം. ഓട്ടോ സേവ് ക്ലിക്ക് ചെയ്യുമ്പോൾ ടിക്ക് മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോ സേവ് ഉണ്ടെന്നാണ് അർത്ഥം. ഇല്ലെങ്കിൽ ഈ ഫയൽ ഓരോ വട്ടം നമ്മൾ Ctrl+S പ്രസ് ചെയ്ത് സേവ് ചെയ്യണം. അപ്പോൾ ഓക്കെ, നമ്മളിപ്പോൾ ഞാൻ ഹലോ വേൾഡ് അമീൻ കൊടുത്ത് വീണ്ടും ഞാൻ എന്ത് ചെയ്യണം, ആ index.js ഫയൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം. അത് ഓരോ വട്ടവും ഞാൻ ഇതിൽ എന്ത് മാറ്റം വരുത്തുമ്പോഴും ഞാൻ എന്ത് ചെയ്യണം, ഇതുപോലെ ഓരോ വട്ടവും കോൾ ചെയ്താൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യുള്ളൂ, ആ മാറ്റം കാണിക്കൂ. അപ്പോൾ നമ്മൾ ആദ്യം വേറൊരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യണം. അതിൻ്റെ പേരാണ് നോഡ് മോൺ. അതായത് നമ്മൾ എന്ത് മാറ്റം നമ്മൾ കോഡിൽ വരുത്തുമ്പോഴും ഓട്ടോമാറ്റിക്കലി ഈ ഒരു റീസ്റ്റാർട്ടായി നമുക്ക് ആ മാറ്റം കാണാൻ പറ്റും. അപ്പോൾ അതിന് npm നോഡ് മോൺ എന്ന് പറയണം, NODEMON എൻ്റർ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നോഡ് മോൺ നമ്മളെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ആവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നോഡ് മോൺ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നോഡ് മോൺ എന്ന് ഞാൻ വിളിക്കുന്നു. ഓക്കെ, ഹലോ വേൾഡ് അഭിനവ് എന്ന് കാണിച്ചു. ഞാൻ ഇവിടെ കയറി എന്താണ് അമീൻ എന്ന് മാറ്റുന്നു. ഇവിടെ ഇപ്പോൾ എന്താണ് അമീൻ എന്ന് കാണിക്കുന്നു. ഓരോ വട്ടവും ഞാൻ വരുത്തുന്ന മാറ്റം എന്ത് ചെയ്യും, ഇതിൻ്റെ അകത്ത് അപ്പം റീസ്റ്റാർട്ടായി അപ്ഡേറ്റ് ആവും. ഓക്കെ, നമ്മൾ അത് റെഡിയായി. ഞാൻ അവിടെ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തൊരു പുതിയ ടെർമിനലും കൂടെ ഓപ്പൺ ചെയ്യണം. അതായത് ആദ്യത്തെ ടെർമിനൽ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്, നമ്മൾ ഈ നോഡ് ജെ സെർവർ റൺ ആവുന്നത്. രണ്ടാമത്തത് നമ്മൾ എന്തിനാണ്, പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്രസ് അല്ലേ ഇൻസ്റ്റാൾ ചെയ്യും. നമ്മൾ എക്സ്പ്രസ്സിലല്ലേ, നോഡ് ജേസ് എക്സ്പ്രസ് തന്നെയാണ് എല്ലാവരും നിലവിലുള്ള കമ്പനീസും മറ്റും എല്ലാവരും കോഡ് എഴുതിയേക്കുന്നത്. ഞാൻ ചിലർക്ക് ഡൗട്ട് വരും, അപ്പോൾ ഞാൻ എക്സ്പ്രസ് അല്ലേ പഠിക്കുന്നുള്ളൂ, നോഡ് ജേസ് പഠിക്കുന്നില്ലോ എന്ന്. നോഡ് ജേസിൻ്റെ അകത്ത് നമുക്ക് കോഡ് എഴുതാൻ സഹായിക്കുന്ന, അത് എളുപ്പത്തിൽ കോഡ് എഴുതാൻ സഹായിക്കുന്ന ഒരു ഫ്രെയിം വർക്കാണ് എക്സ്പ്രസ്. അതിലാണ് മോസ്റ്റ് ഓഫ് ദ കമ്പനീസും അല്ലെങ്കിൽ നിലവിലുള്ള ഏകദേശമുള്ള കമ്പനീസ് എല്ലാം നോഡ് ജേസ് പ്രൊജക്റ്റുകൾ ചെയ്യുന്നത്. ഒപ്പം npm ഇൻസ്റ്റാൾ എക്സ്പ്രസ് എന്ന് കൊടുക്കുമ്പോൾ നമുക്കുള്ള എക്സ്പ്രസ് ഇൻസ്റ്റാൾ ആവുന്നതാണ്. ഓക്കെ, ഫ്യൂ സെക്കൻഡ്സ് എടുക്കുമ്പോൾ എന്താണ്, എക്സ്പ്രസ് ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആവുന്നതാണ്. ഓക്കെ, എക്സ്പ്രസ് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി. നമുക്കിനി എന്ത് ചെയ്യണം, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത പാക്കേജിനെ വിളിക്കണം. അപ്പോൾ അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ വേരിയബിൾ കോൺസ്റ്റ്, അതായത് നമ്മളിപ്പോൾ വിളിക്കുന്ന പേരും ആ കാര്യങ്ങളിൽ മാറ്റം വന്നിടല്ലോ, അത് കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്നതാണ് എക്സ്പ്രസ് എന്നുള്ള വേരിയബിൾ. അപ്പം എക്സ്പ്രസ് എന്ന പേര് കൊടുത്ത് റിക്വയർ എന്നൊരു മെത്തേഡ് വഴിയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത പാക്കേജസ് വിളിക്കുന്നത്. ഞാൻ ഇപ്പോൾ എക്സ്പ്രസിനെ വിളിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്പ്രസിനെ കോൾ ചെയ്യണം. ഞാൻ ഇപ്പോൾ കോൺസ്റ്റ് നിങ്ങൾക്ക് റൂട്ടെന്നോ ആപ്പെന്നോ എന്ത് കൊടുക്കുക. ഞാനിപ്പോൾ ആപ്പിൻ്റെ അകത്ത് ഈ എക്സ്പ്രസിനെ ഒന്ന് കോൾ ചെയ്യുകയാണ്. അപ്പം നമ്മൾ എക്സ്പ്രസിനെ കോൾ ചെയ്തു. ഇനി നമുക്കൊരു API പാത്ത് ക്രിയേറ്റ് ചെയ്യുക. അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്.
ഏത് മെത്തേഡാണ് ഡാറ്റ എടുക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാ? ഗെറ്റ് മെത്തേഡ്. ഡാറ്റ കൊടുക്കുന്നതിന് പോസ്റ്റ്, ഡാറ്റ അപ്ഡേറ്റ് ചെയ്യുന്നതിന് പുട്ട്, ഡിലീറ്റ് ചെയ്യുന്നതിന് ഡിലീറ്റ് മെത്തേഡ്. ഇതൊക്കെ ഞാൻ ആ ബാക്കെൻഡിൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, അത് കണ്ടിട്ട് നിങ്ങൾ വീഡിയോ കാണാവൂ. ഇപ്പോൾ ഗെറ്റ് ആപ്പ് ഡോട്ട് ഗെറ്റ്, അതിൻ്റെ അകത്ത് ഞാൻ സ്ലാഷ് ആപ്പ് എന്ന് കൊടുത്തു. ഈ സ്ലാഷ് ആപ്പ് എന്ന് പറഞ്ഞ പാത്തിൽ വിളിക്കുമ്പം നമുക്ക് 2 കാര്യങ്ങൾ പാസ് ചെയ്യും. യൂസറിൻ്റെ ഭാഗത്ത് നിന്ന് 2 കാര്യം കിട്ടും. ഒന്ന് റിക്വസ്റ്റും ഒന്ന് റെസ്പോൺസ് പാരാമീറ്റർ. അപ്പോൾ റിക്വസ്റ്റ് പാരാമീറ്ററും റെസ്പോൺസ് പാരാമീറ്ററും, അതായത് യൂസർ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡാറ്റ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ റിക്വസ്റ്റ് പാരാമീറ്റർ വഴി എടുക്കും. റെസ്പോൺസ് അയക്കുന്നതിന് നമ്മൾ ഈ റെസ്പോൺസ് പാരാമീറ്റർ ഉപയോഗിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ റിക്വസ്റ്റിൻ്റെ സ്പെല്ലിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുള്ള് കൊടുക്കാം. പക്ഷേ ഈ പൊസിഷൻ മാറില്ല. റിക്വസ്റ്റ് അടക്കുന്നിടത്ത് റിക്വസ്റ്റിൻ്റെ തന്നെ വരണം, റെസ്പോൺസിൻ്റെ അടുത്ത് റെസ്പോൺസ് തന്നെ വരുന്നത്. ആ പൊസിഷൻ മാറരുത്. അപ്പം ഞാനൊരു ആരോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യണം, റെസ്പോൺസ് .json, അതായത് നമ്മൾ ബാക്ക് എൻഡിൽ നിന്ന് ഫ്രണ്ട് എൻഡിലോട്ട് ഡാറ്റ പാസ് ചെയ്യുന്ന ഒരു മെത്തേഡ് JSON ഫോർമാറ്റിലാണ്. ഞാൻ അപ്പോൾ response.jsonൻ്റെ അകത്ത് എന്താണ് മെസ്സേജ് എന്ന് പറഞ്ഞൊരു പേരിൽ നിങ്ങൾക്ക് ഇത് ഒബ്ജക്റ്റ്, നമുക്ക് എന്ത് ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് ആണ് ഇതുവഴി പാസ് ചെയ്യാം. ഈ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് നൊട്ടേഷൻ എന്നാണ് JSONൻ്റെ ഫുൾ ഫോം. ഇത് നമുക്ക് ഏകദേശം ജാവാസ്ക്രിപ്റ്റിൻ്റെ അറേ ഒബ്ജക്റ്റൊക്കെ ആയിട്ട് വളരെ കണക്റ്റഡ് ആണ് ഈ JSON ഫോർമാറ്റ്. അപ്പം ഞാൻ ഇവിടെ സെർവർ റണ്ണിങ് എന്ന് പറഞ്ഞൊരു മെസ്സേജ്, പിന്നെ നമുക്ക് സ്റ്റാറ്റസ് ഒന്നോ ഡാറ്റയിൽ നിന്ന് എന്തോണോ, ഞാൻ ഇപ്പോൾ സ്റ്റാറ്റസ് ഞാൻ ഇവിടെ ട്രൂവും പാസ് ചെയ്യണം. അപ്പോൾ ഈ സ്ലാഷ് ആപ്പ് എന്ന് പറഞ്ഞ പാത്തിലോട്ട് ആരെങ്കിലും കോൾ ചെയ്യുമ്പം ഈ ഒരു മെസ്സേജ് തിരിച്ചു പോകുന്നതാണ്. നമുക്കിനി എന്ത് ചെയ്യണം, ഒരു പോർട്ട്, എല്ലാ സെർവറിനും ഒരു പോർട്ട് നമ്പർ കാണും. അപ്പോൾ ആ പോർട്ട് നമ്പർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോർട്ട് നമ്മളെ നമ്പർ കൊടുക്കണം. ഞാൻ ഇവിടെ 3000 ആണ് ഞാൻ ഇവിടെ പോർട്ട് നമ്പർ ഞാൻ കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ ആപ്പ് ഡോട്ട് സെർവർ റൺ ചെയ്യാനുള്ള കമാൻഡാണിത്, കോഡാണ്. ലിസൺ പോർട്ട് നമ്പർ എത്രയാണ്, ആ പോർട്ട് വേരിയബിൾ വിളിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് ഈ സെർവർ റൺ ആവണമെങ്കിൽ നമുക്കൊരു മെസ്സേജ് കാണിക്കണം. ഈ സെർവർ റൺ ആവുമ്പോൾ നമുക്കൊരു മെസ്സേജ് കാണിക്കാനായിട്ട്, അല്ലെങ്കിൽ സെർവർ റൺ ആവണോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി അതിനാണ് ഈ ആരോ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഞാൻ ഇവിടെ പറയാണ് ലോഗിൻ്റെ അകത്ത് console.logൻ്റെ അകത്ത് ഒരു ബാക്ക് ടിക്ക് ഇട്ട് ടെംപ്ലേറ്റ് ലിറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു മെത്തേഡ് ഉണ്ട്, നമുക്ക് ഒരു സ്ട്രിങ്ങിൻ്റെ അകത്ത് വേരിയബിൾ എഴുതാൻ പറ്റുന്ന, അതാണ് ഈ ബാക്ക് ടിക്ക് ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയാണ്. അപ്പോൾ സെർവർ റണ്ണിങ് http://ലോക്കൽ ഹോസ്റ്റ്. അപ്പോൾ ലോക്കൽ ഹോസ്റ്റ് $, ഇട്ടിട്ട് ഒരു കർലി ബ്രാക്കറ്റ് ഇട്ട് നമ്മളെ പോർട്ട് ഞാൻ വിളിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, നമുക്കുള്ളപ്പോൾ സെർവർ റണ്ണിങ് നമ്മളെ പോർട്ട് ഇവിടെ കാണിക്കുന്നതാണ്. അപ്പം ഞാനിവിടെ നിങ്ങളെ പോസ്റ്റ്മാൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ചാനലിൽ വീഡിയോ ഇട്ടുണ്ട്, എങ്ങനെയാണ് പോസ്റ്റ്മാൻ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുള്ള. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തവർ എന്ത് ചെയ്യുക, പോസ്റ്റ്മാൻ എന്ന് സെർച്ച് ചെയ്ത് നിങ്ങളെ പോസ്റ്റ്മാൻ ഓപ്പൺ ചെയ്യുമ്പം ഇതുപോലെ വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കുള്ള API URL വിളിക്കുക. അപ്പോൾ /app നമ്മൾ ക്രിയേറ്റ് എന്താണ്, ഗെറ്റ് മെത്തേഡിൽ /app എന്ന് പറയുന്ന URL. ഇപ്പോൾ നമ്മളെ URL ഏതാണ്, ലോക്കൽ ഹോസ്റ്റ് 3000, അതിൻ്റെ അകത്ത് /app എന്ന് പറഞ്ഞ പാത്തിൽ ഗെറ്റ് മെത്തേഡിൽ വിളിച്ചാൽ ഈ ഒരു മെസ്സേജ് നമുക്ക് റെസ്പോൺസ് കിട്ടും ഫ്രണ്ട് എൻഡിലോട്ട്. ഓക്കെ, സെർവർ ഈസ് റണ്ണിങ് എന്ന് പറഞ്ഞ മെസ്സേജ് നമുക്കിപ്പോൾ കിട്ടി. ഞാൻ /app മാറ്റി വെറും / ആക്കി കഴിഞ്ഞാൽ ഡയറക്റ്റ് ഈ ഒരു URL വിളിക്കുമ്പോൾ തന്നെ ഈ ഒരു മെസ്സേജ് നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പം നമ്മളൊരു ബേസിക് API റൂട്ട് നമ്മളിപ്പോൾ സെറ്റപ്പ് ചെയ്യാൻ പഠിച്ച്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു API റൂട്ട് സെറ്റപ്പ് ചെയ്യാം. 4 മെത്തേഡിൽ ഗെറ്റ്, പോസ്റ്റ്, പുട്ട്, ഡിലീറ്റ്, ഈ 4 മെത്തേഡിൽ നമുക്ക് എങ്ങനെ API റൂട്ട് ക്രിയേറ്റ് ചെയ്യാം നമുക്ക് ഈ വീഡിയോ നോക്കാം. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് യൂസർ എന്ന് കൊടുത്തു, ഗെറ്റ് മെത്തേഡിൽ യൂസർ എന്ന് കൊടുത്തു, ലെറ്റ് യൂസർ അറേ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഞാനിവിടെ നമുക്ക് അറേയും ഫ്രണ്ട് എൻഡിലോട്ട് പാസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ വേറെ 2 ഡാറ്റ പാസ് ചെയ്യുന്നത്, അമീൻ അമീൻ എന്ന് കൊടുത്തു. അതുപോലെ തന്നെ പ്ലേസ് കൊല്ലം എന്ന് കൊടുത്തു. അപ്പോൾ ഞാൻ എന്താണ് 2 ഡാറ്റയാണ് പാസ് ചെയ്യുന്ന, ഒന്ന് ഇതും ഒരു അറേ 2 ഒബ്ജക്റ്റാണ് ഞാൻ പാസ് ചെയ്യുന്ന. അഭിനവ് എന്ന് ഞാൻ കൊടുത്തു. എന്നിട്ട് കൊച്ചി എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, കൊടുത്തിട്ടുണ്ട്. ഈ ഡാറ്റ ഞാൻ ഫ്രണ്ട് എൻഡിലോട്ട് പാസ് ചെയ്യണം. സെർവർ റണ്ണിങ് ആണ്, ഓക്കെ അത് കറക്റ്റാണ്. ഡാറ്റ എന്നും പറഞ്ഞ് യൂസർ അറേനെ ഞാൻ പാസ് ചെയ്തു. ഓക്കെ, ഞാൻ ഇനി ഇത് തന്നെ വീണ്ടും ഒന്ന് കോപ്പി ചെയ്യണം. അപ്പോൾ ഗെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്ന, യൂസറിൻ്റെ ഡാറ്റയും ഡീറ്റെയിൽസും കിട്ടും. വേണമെങ്കിൽ നമുക്ക് ഈ മെസ്സേജ് അങ്ങ് റിമൂവ് ചെയ്യാം, അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ. ഞാൻ ഇവിടെ ഇനി പറഞ്ഞത് പോസ്റ്റ് മെത്തേഡ്
സ്ലാഷ് യൂസർ സെയിം മെത്തേഡാണ്. ഇവിടെ ഗെറ്റ് മെത്തേഡിൽ സ്ലാഷ് യൂസർ വിളിക്കുമ്പോൾ ഈ ഡാറ്റ കിട്ടും. പോസ്റ്റ് മെത്തേഡിൻ്റെ അകത്ത് നമ്മൾ സ്ലാഷ് യൂസറെ വിളിക്കുമ്പം ഞാൻ പറയണം യൂസർ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറയണം. അപ്പോൾ യൂസറിനെ ക്രിയേറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ഡാറ്റ ക്രിയേറ്റ് ചെയ്യുന്നതിനല്ലോ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ പോസ്റ്റ് മെത്തേഡ് ഉപയോഗിക്കുന്ന. അപ്പോൾ യൂസർ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് വരും. അടുത്ത നമുക്കുള്ള എന്താണ്, പുട്ട് മെത്തേഡിൽ വിളിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, യൂസർ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ്. ഡിലീറ്റിൽ ഓക്കെ, ഡിലീറ്റ് മെത്തേഡ് വിളിക്കുന്ന സമയത്ത് യൂസർ ഡിലീറ്റഡ് സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ്. അപ്പോൾ നമ്മൾ എന്താണ്, സ്ലാഷ് വെറും ഈ URL വിളിക്കുമ്പോൾ ഈ മെസ്സേജ് പോവും. സ്ലാഷ് യൂസർ ഗെറ്റ് മെത്തേഡ് വിളിക്കുമ്പോൾ ഈ ഒരു മെസ്സേജ്. പോസ്റ്റ് മെത്തേഡ് വിളിക്കുമ്പോൾ യൂസർ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി. പുട്ട് മെത്തേഡിൽ അപ്ഡേറ്റ്, ഡിലീറ്റ് മെത്തേഡിൽ ഡിലീറ്റ്. അപ്പോൾ നമ്മൾ സെർവർ ഇപ്പോൾ റണ്ണിങ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ ഗെറ്റ് മെത്തേഡിൽ യൂസറിനെ വിളിച്ചപ്പം എനിക്ക് നമ്മളെ ഡാറ്റ എല്ലാം കിട്ടി. ഡാറ്റ എന്ന് ആ ഒബ്ജക്റ്റിൻ്റെ അകത്ത്, ഡാറ്റേൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്തു, ഞാൻ പാസ് ചെയ്ത ഡാറ്റ കിട്ടി. പോസ്റ്റ് മെത്തേഡിൽ ഞാൻ വിളിച്ചപ്പം യൂസർ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിച്ചു. പുട്ട് മെത്തേഡിൻ്റെ അകത്ത് ഞാൻ വിളിച്ചപ്പം യൂസർ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിച്ചു. ഡിലീറ്റ് മെത്തേഡിൻ്റെ അകത്ത് ഞാൻ വിളിച്ചപ്പം. അപ്പോൾ ഒരു ബാക്കെൻഡിൻ്റെ പ്രധാനപ്പെട്ട ഓപ്പറേഷൻസാണ് ഡാറ്റ ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ്, ഡിലീറ്റ്. അപ്പോൾ ആ ഓപ്പറേഷൻസാണ് നമ്മളിപ്പോൾ ഓരോ പാത്തും ക്രിയേറ്റ്. അപ്പോൾ ഒരേ സെയിം പാത്ത് സ്ലാഷ് യൂസർ എന്ന് പറയുന്ന സെയിം പാത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പല ഓപ്പറേഷനുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പം നമ്മൾ ഇനി ഉപയോഗിക്കാമാണ് ഒരു ഡാറ്റ ഈ പോസ്റ്റ് മെത്തേഡ് വഴിയും പുട്ട് മെത്തേഡ് വഴിയും ഡാറ്റ പാസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ മോഡി എന്ന് പറഞ്ഞ മെത്തേഡിൽ ഫോം URL എൻകോഡ് മെത്തേഡും ഫോം ഡാറ്റ മെത്തേഡും, ഈ രണ്ട് മെത്തേഡിൽ നമുക്ക് ഡാറ്റ പാസ് ചെയ്യാം. ഒന്ന്, ഫോം ഡാറ്റ മെത്തേഡ് നമ്മൾ ഡാറ്റ പാസ് ചെയ്യുമ്പം അവിടെ ഇമേജസോ എന്തെങ്കിലും ഫയല്, ഇമേജ് പോലത്തെ ഫയൽ നമ്മൾ പാസ് ചെയ്യും. അല്ല ടെക്സ്റ്റ് മാത്രമാണ് പാസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഫോം URL എൻകോഡ് ഈ ഒരു മെത്തേഡ് വഴിയാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്താണ്, പോസ്റ്റ് മെത്തേഡിൻ്റെ അകത്തും പുട്ട് മെത്തേഡിൻ്റെ അകത്താണ് ഈ ഫോം മെത്തേഡ് പാസ് ചെയ്യുന്നത്. ഫോം ഡാറ്റ ആയാലും ഫോം URL എൻകോഡ് ഈ ഒരു മെത്തേഡ് ആയാലും നമ്മൾ ഉപയോഗിക്കുന്നത് പോസ്റ്റ് മെത്തേഡിൻ്റെ അകത്തും പുട്ട് മെത്തേഡിൻ്റെ അകത്താണ്. അത് നമ്മൾ ഗെറ്റിൻ്റെ അകത്തും ഡിലീറ്റിൻ്റെ അകത്തും ഈ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് നൈമാണ്. അപ്പം നൈം നമ്മൾ യൂസറിൻ്റെ നിന്ന് വാങ്ങുന്നു. ഇതൊക്കെ ഫ്രണ്ട് എൻഡിൽ നിന്ന് ഇപ്പം നിങ്ങളൊരു ഫോം ഫില്ല് ചെയ്യുമ്പം പാസ് ചെയ്യുന്ന ഡാറ്റയായിട്ട് കൂട്ടിയാൽ മതി. അപ്പം നൈം ഇമെയിൽ യൂസർ പാസ് ചെയ്യുന്ന, അപ്പം amin@gmail.com ഞാൻ പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ പാസ്വേഡ് എന്നുള്ളിടത്ത് ഞാനിപ്പം 1 2 3 കൊടുക്കാം. ഓക്കെ, 8 വരെയുള്ള പാസ്വേഡും കൊടുത്തു. അതായത് നൈം അമീൻ ഇമെയിൽ എന്താണ്, എൻ്റെ ഇമെയിൽ ഞാൻ കൊടുത്തു, പാസ്വേഡ് കൊടുത്തു. ഈ ഡാറ്റ ഞാൻ ബാക്കെൻഡിലോട്ട് പാസ് ചെയ്യുമ്പം എനിക്കത് ബാക്കെൻഡിൽ കാണുകയും വേണം, ഫ്രണ്ട് എൻഡിലോട്ടത് പാസ് ചെയ്യാൻ വേണം. വേറെ ഓപ്പറേഷൻസ് നമ്മൾ നടത്തുന്നില്ല. നമ്മൾ നിലവിൽ ഡാറ്റ പാസ് ചെയ്യുന്നതിന് എടുക്കുന്നതിന് വേണ്ടിയാണ് പഠിക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ സ്ലാഷ് പോസ്റ്റ് മെത്തേഡിലാണ് ഡാറ്റ കിട്ടും. പക്ഷേ നമുക്ക് ബാക്ക് ഫ്രണ്ട് എൻഡിൽ നിന്ന് ഈ ബോഡി വഴി പാസ് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ പാസ് ചെയ്യുന്ന ഈ ബോഡി വഴിയാണല്ലോ. അപ്പോൾ ബോഡി വഴി പാസ് ചെയ്യുന്ന ഡാറ്റ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സെർവർ റണ്ണാകുമ്പോൾ കൂടെ 2 ഫങ്ഷൻസ് അല്ലെങ്കിൽ 2 മിഡിൽ വെയർ അല്ലെങ്കിൽ ഫങ്ഷൻസ് റണ്ണാവണം. അപ്പോൾ അതെങ്ങനെ റണ്ണാക്കാം, ആ 2 ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ app.use എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു ഫംഗ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ ഈ സെർവർ റണ്ണാവുമ്പം ആ ഫംഗ്ഷന് കൂടെ റണ്ണാവും. ഞാൻ ഈ app.useൻ്റെ അകത്ത് എന്ത് ഫംഗ്ഷൻ എഴുതിയാലും അത് ഈ സെർവർ റണ്ണാവുമ്പോൾ കൂടെ റണ്ണാവും. അപ്പം ഞാൻ പറയുന്നത് express.json എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ റണ്ണാവണം. അതുപോലെ തന്നെ express.url എൻകോഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫംഗ്ഷനും നമുക്ക് റണ്ണാവണം, എക്സ്റ്റെൻഡഡ് ട്രൂ. അപ്പോൾ ഈ ഒരു കാര്യം, ഇതിൻ്റെ ഈ 2 ഫംഗ്ഷൻസ് നമ്മളെ സെർവർ റണ്ണാകുമ്പോൾ കൂടെ റൺ ചെയ്താൽ മാത്രമേ നമുക്ക് ബാക്ക് എൻഡിൽ നിന്ന് ഫ്രണ്ട് എൻഡിൽ നിന്ന് പാസ് ചെയ്യുന്ന ഡാറ്റ നമുക്ക് ബാക്ക് എൻഡിൽ കിട്ടത്തുള്ളൂ, നമുക്ക് ഉപയോഗിക്കാനും പറ്റും. അപ്പം ഞാനിവിടെ റെസ്പോൺസ് കൊടുക്കാൻ നിങ്ങൾ പഠിച്ച് response.json നമുക്ക് എന്ത് വേണോ യൂസർക്ക് പാസ് ചെയ്യണം അത് നമുക്ക് പാസ് ചെയ്യാം. അപ്പോൾ നമുക്ക് array of object ആണെങ്കിൽ array of ഒബ്ജക്റ്റ് ആണെങ്കിൽ ഒബ്ജക്റ്റ്. അപ്പോൾ നമുക്കിനി പുട്ട് മെത്തേഡ് പോസ്റ്റ് മെത്തേഡ് വഴി നമുക്ക് ഡാറ്റ എടുക്കണമെങ്കിൽ അത് എന്താണ്, യൂസർ റിക്വസ്റ്റ് ചെയ്യുമ്പോഴല്ലേ ഈ ഡാറ്റ പുതിയ ഡാറ്റ ആയാലും എന്തും പാസ് ചെയ്യുന്നത്. അപ്പോൾ ലെറ്റ് യൂസർ ഡാറ്റ ഓക്കെ, യൂസർ ഡാറ്റ എന്താണ് request.body എന്ന് നമ്മൾ വിളിക്കുമ്പം നമ്മൾ ആ ബോഡി വഴി പാസ് ചെയ്ത ഈ ഡാറ്റ നമുക്ക് കിട്ടുന്നതാണ്. ഞാൻ ഇവിടെ നിന്ന് ലോഗ് ചെയ്യാണ്. ഞാൻ console.logൻ്റെ അകത്ത് ഞാനിപ്പം യൂസർ ഡാറ്റ വിളിച്ചു.
അത് കഴിഞ്ഞ് യൂസർ ക്രിയേറ്റ് സക്സസ്ഫുള്ളി സ്റ്റാറ്റസ് ട്രൂ ആണ്. ഞാൻ ഇവിടെ ഡാറ്റ അല്ലെങ്കിൽ നമുക്ക് എന്ത് പേരും കൊടുക്കാം. അപ്പോൾ യൂസർ ഡാറ്റ വിളിച്ചു. അതായത് ഈ നമ്മൾ ഡാറ്റ പാസ് ചെയ്യുമ്പോൾ ഒന്നാമത് നമ്മൾ ഈ സെർവറിൽ അത് ഷോ ചെയ്യും, രണ്ടാമത് നമുക്കത് യൂസറിൻ്റെ ഫ്രണ്ട് എൻഡിലോട്ട് ആ യൂസർ കൊടുത്ത ഡാറ്റനെ തിരിച്ചയക്കും. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ വന്നു, ഞാൻ ഇവിടെ /യൂസറിൻ്റെ അകത്ത് പോസ്റ്റ് മെത്തേഡ് റിക്വസ്റ്റ് കൊടുത്തു. ഓക്കെ, യൂസർ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി. യൂസറിനാ ഇവിടുന്ന് പാസ് ചെയ്ത ഡാറ്റ എനിക്ക് അതുപോലെ തിരിച്ചു കിട്ടി. എൻ്റെ ബാക്ക് എൻഡ് സെർവറിൽ വന്നാൽ എനിക്ക് ആ ഡാറ്റ ഇവിടെ കാണാൻ കഴിയും. ഞാൻ അപ്പോൾ യൂസർ ഡാറ്റ ഡോട്ട് നൈം എന്ന് ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. ഞാൻ നൈം എന്ന് കൊടുത്തു. ഇനി ഞാൻ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് നൈം മാത്രം ബാക്ക് എൻഡിൽ കാണാം. അതായത് നമുക്ക് നൈം മാത്രം, നമുക്ക് ഡാറ്റയിലുള്ള വാല്യൂ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് ഇതുപോലെ എടുക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ പഠിച്ചത്? ഒരു ബാക്ക് എൻഡ് സെർവർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിലെങ്ങനെ ഓരോ മെത്തേഡിലുള്ള URLs ഓരോ പാത്ത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് /യൂസർ ഒന്നോ അത് കഴിഞ്ഞ് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ അടുത്ത വേണമെങ്കിൽ /ലോഗിൻ എന്നോ എന്ത് വേണോ പാത്ത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനൊരു ലിമിറ്റും ഇല്ല, നിങ്ങൾക്ക് എത്ര പാത്തും എത്രയും ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ പോസ്റ്റ് മെത്തേഡിൽ /യൂസർ ഒരെണ്ണേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, രണ്ടെണ്ണം ക്രിയേറ്റ് ചെയ്യത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ /യൂസർ എന്നോ /പൊസിഷൻ എന്നോ ഒക്കെ പല ഈ പാത്തും നിങ്ങൾക്ക് ഗെറ്റ് മെത്തേഡിൽ ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ഒരു മെത്തേഡിൽ ഒരു പാത്തേ പറ്റൂ. അപ്പം നിങ്ങൾക്ക് ഗെറ്റ് മെത്തേഡിൽ നിങ്ങൾക്ക് /യൂസർ ഉണ്ട്, പോസ്റ്റ് മെത്തേഡിൽ /യൂസർ ഉണ്ട്. അപ്പോൾ ഓരോ മെത്തേഡിലും നമ്മൾ എന്ത് ചെയ്ത് സെയിം പാത്തിൽ തന്നെ URL നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു ബേസിക് സെർവർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് ഈ വീഡിയോയിൽ മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്, മാക്സിമം ഡൗട്ടുകൾ ഞാൻ എല്ലാം വരുന്ന വീഡിയോയിൽ ഞാൻ ക്ലിയർ ചെയ്യും. അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് എൻ്റെ അടുത്ത് ചോദിക്കണമെന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഇന്നത് എന്തുകൊണ്ട് ഉപയോഗിച്ചു, അല്ലെങ്കിൽ എന്താണ് ഉപയോഗിക്കുന്ന റീസൺ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. ഞാനുള്ള ഉത്തരം തീർച്ചയായും അടുത്ത വീഡിയോയിൽ ഞാൻ ഒരു കമൻറ്റ് എടുത്ത് ഞാൻ അത് പറഞ്ഞു തരുന്നതായിരിക്കും, നിങ്ങൾ ആ ഡൗട്ട് എങ്ങനെ ക്ലിയർ ചെയ്യണമെന്നുള്ളത്. പിന്നെ നമുക്ക് ഡിസ്കോഡ് സെർവർ ഉണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ എബൌട്ട് സെക്ഷൻ്റെ അകത്ത് ചെന്നാൽ ഡിസ്കോഡ് കമ്മ്യൂണിറ്റി കാണിക്കും. അവിടെ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ഗ്രൂപ്പിൽ അവിടെ ഓരോ കമ്മ്യൂണിറ്റി ഉണ്ട്. അതിൽ നിങ്ങൾക്ക് വേണ്ട കമ്മ്യൂണിറ്റി കയറി നിങ്ങളുടെ ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാൻ കഴിയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.